കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചത് ഓട്ടോകാഡ് 2D ആയിരുന്നു. അപ്പോൾ ഈ സെമ്മിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോകാഡ് 3D. അപ്പോൾ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നതാണ് 2D 3D, അതായത് 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മളൊരു ഓട്ടോകാഡിൻ്റെ 2Dയുടെ വിൻഡോ ഓപ്പൺ ചെയ്താൽ വരുന്നത് ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇത് ഓട്ടോകാഡ് 2022 വേർഷനാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു 2D ഇൻ്റർഫേസിനെ 3Dയിലേക്ക് മാറ്റാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ താഴെ ഇവിടെ കാണുന്നുണ്ടാവും വർക്ക് സ്പേസ് ഇന്റർഫേസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സാധാരണ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധാരണ ഓട്ടോകാഡ് ചെയ്യുന്ന ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻസ് ഇതായിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് 3D ചെയ്യുകയാണെങ്കിൽ അവിടെ 2 വരുന്നുണ്ട്. 3D ബേസിക്സും അതുപോലെ 3D മോഡലിങ്ങും വരുന്നുണ്ടാവും. എന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 3D ബേസിക്സ് എടുത്തു. അപ്പോൾ 3D ബേസിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. ഈ വിൻഡോയിൽ നമുക്ക് ഒരുപാട് ടൂൾസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇതിൽ ബേസിക് ആയിട്ടുള്ള റിബൺസ് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ബോക്സ്, ഫസ്റ്റ് വൺ ക്രിയേറ്റ് ആണ്. ക്രിയേറ്റിൽ ബോക്സ്, എക്സ്ക്ലൂഡ്, റിവോൾവ്, ലോഫ്റ്റ്, സ്വീപ്പ് ഓരോ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. നെക്സ്റ്റ് വൺ എഡിറ്റ്, ഡ്രോപ്പ്, മോഡിഫൈ, അങ്ങനെ ഓരോ ടൂൾസ് ഉണ്ട്. നമ്മൾ നോർമൽ കേസിലാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് ടൂൾസും മോഡിഫൈങ് ടൂൾസും ഇല്ല. അതുപോലെ ഇതിലെ കേസിലും ഡ്രോയിങ് ടൂൾസും മോഡിഫൈ ടൂൾസും ഏകദേശം സെയിം ആണ്. അത് 2Dയിലാണ് ചെയ്യുന്നത്, 3Dയിലാണ് ചെയ്യുന്നത് വ്യത്യാസമുള്ളൂ. അതുപോലെ ഇതിന്റെ മേലെ വരുന്ന പുൾ ഡൗൺ മെനൂസ്, ഹോം, വിഷ്വലൈസ്, ഇൻസേർട്ട്, വ്യൂ, മാനേജ്, ഔട്ട്പുട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, 3Dയിലെ മോഡലിംഗ് വരുന്നുണ്ട്. അപ്പോൾ 3D മോഡലിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇതുപോലൊരു ഓപ്ഷനാണ്. അവിടെ ഇതുപോലെ ഒരുപാട് റിബൺസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ബോക്സ്, എക്സ്ക്ലൂഡ്, മോഡലിംഗ്, മെഷ്, സോൾഡ് എഡിറ്റിംഗ്, ഡ്രോ, മോഡിഫൈ, സെക്ഷൻ, കോർഡിനേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. മേലെ വരുന്ന പുൾ ഡൗൺ മെനൂസ് എന്ന് പറഞ്ഞാൽ സോളിഡ്, സർഫസ്, മെഷ്, വിഷ്വലൈസ്, അങ്ങനെ ഓരോ ടൂൾസും വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ടൂൾസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വ്യൂ പോർട്സ്. അതായത് നമ്മളൊരു ഫിഗർ തന്നെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് അത് ഏത് വ്യൂയിലൂടെയാണ് നമുക്ക് കാണുന്ന രീതിയിലാണ് നമുക്കിവിടെ വരയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഒരുപാട് വ്യൂസ് നിങ്ങൾക്ക് അറിയാം. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ബോട്ടം വ്യൂ, അതുപോലെ ഐസോമെട്രിക് വ്യൂ, അങ്ങനെ ഒരുപാട് വ്യൂസ് അറിയാം. അപ്പോൾ ആ വ്യൂസ് എങ്ങനെ അറിയുന്നത് എന്നുള്ളതിന് ഓപ്ഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതിലിവിടെ മുകളിൽ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തരും ഇതുപോലെ വരും. ഇതിൽ ഇവിടെ ഫസ്റ്റ് വൺ കണ്ടു. ഇപ്പോൾ അൺസേവ്ഡ് വ്യൂ, ഇപ്പോൾ ഒരു വ്യൂവും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണും ഏത് വ്യൂ ആണ്, ടോപ്പാണ്, ബോട്ടമാണ്, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ഇതൊക്കെയാണ് നോർമൽ വ്യൂസ്. പിന്നെ വരുന്നത് SW ഐസോമെട്രിക്, SC ഐസോമെട്രിക്, NE ഐസോമെട്രിക്, NW ഐസോമെട്രിക് എന്ന് വരുന്നത്. ഇത് പറഞ്ഞാൽ നമുക്കറിയാം SW എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് ആണ്, SE എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ആയിരിക്കാം, NE എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ്, NW എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഈ ഇത്രയൊരു ഓപ്ഷൻസ് ആണ് വ്യൂവിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് വിഷ്വലൈസ്. നമ്മൾ പറഞ്ഞതാണ് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ വരും. ഏത് വ്യൂ ആണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ വ്യൂവിലേക്ക് മാറും. ഇപ്പോൾ നമ്മൾ ഫിഗർ ഒന്നും വരക്കാത്തത് കൊണ്ട് നമുക്ക് ഏത് വ്യൂ ആണെന്ന് അറിയില്ല. അപ്പോൾ അൺസേവ്ഡ് വ്യൂ തന്നെ കിടക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു, വിഷ്വലൈസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത്. വിഷ്വലൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ആ ഫിഗർ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നത് കണ്ടോ. 2D വയർ ഫ്രെയിം, കൺസെപ്ച്വൽ, ഹിഡൻ, റിയലിസ്റ്റിക്, ഷെയ്ഡഡ് വിത്ത് റീജിയൻ, ഷെയ്ഡ് ഓഫ് ഗ്രേ, സ്കെച്ച്, വയർ ഫ്രെയിം, എക്സറേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് എന്താ പറയുക, നമ്മൾ വരച്ച ഫിഗറിന് നമുക്ക് ഒരുപാട് രീതിയിൽ കാണാൻ പറ്റും. ഇതോരോന്നും നമ്മൾ വരക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞു പോവാണ്. അപ്പോൾ 2D വയർ ഫ്രെയിം, കൺസെപ്ച്വൽ, ഹിഡൻ, റിയലിസ്റ്റിക്, ഷെയ്ഡഡ് വിത്ത് എഡ്ജസ്, ഷെയ്ഡ് ഓഫ് ഗ്രേ, സ്കെച്ച്, വയർ ഫ്രെയിം, എക്സറ, ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഫിഗറിലും ഇവിടെ 2D വയർ ഫ്രെയിമിൽ ഇത് ഏതാണ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളെ ഫിഗർ മാറിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റിയറിംഗ് വീൽ. അതായത് ഈ കോർണറിൽ കണ്ടില്ല ഒരു ബോക്സ്, അതിനാണ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് വൺ, ഫുൾ നാവിഗേഷൻ വീൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികാരം ആ വീൽ നമുക്കിവിടെ കൊടുന്ന് വെക്കാൻ പറ്റും. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സൂം, റീവൈൻഡ്, ഓർബിറ്റ്, പാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയും. ഇതാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് വരുന്നതാണ് UCS ഐക്കൺ. അതായത് ഈ കോർണറിൽ കാണുന്നില്ലേ UCS ഐക്കൺ, എന്താണ് ഇപ്പോൾ എക്സും വൈയും. അതായത് നമ്മൾ 2Dയിലാണ് കിടക്കുന്നത്. അതായത് നമ്മൾ ടോപ്പ് വ്യൂയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എക്സും വൈയെ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ഐസോമെട്രിക് വ്യൂയിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തോ മാറി കണ്ടില്ലേ, UCS ഐക്കൺ XYZ എന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ XYZ UCS ഐക്കണിന്റെ ഓപ്ഷൻസിന്
അപ്പോൾ അതിൻ്റെ ടൂളാണ് UCS ഐക്കൺ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, UCS സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മുന്നത്തെ കേസ് ഫസ്റ്റ് ഇയറിൽ 2Dയിലൊക്കെ പഠിച്ചിട്ടാണ്. അപ്പോൾ അതാണ് UCS. ഇതിൻ്റെ കേസിലാകുമ്പോൾ എന്താണ് 3 ആക്സസ് വരുന്നുണ്ട് എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ആണ് വ്യൂ ക്യൂബ്. ഈ ഒരു കോർണറിൽ കണ്ടില്ലേ 4 ആക്സസുകൾ, സോറി ആക്സസ് അല്ല, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പ്. അപ്പം നമ്മുടെ വ്യൂ എവിടെ കിടക്കുന്നത് കണ്ടോ, ടോപ്പ് വ്യൂവിലാണ് കിടക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ കിടക്കുന്ന സമയത്ത് നമുക്കിവിടെ ടോപ്പ് വ്യൂ, ഇപ്പോൾ ടോപ്പ് വ്യൂ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഏതെങ്കിലും HW ഐസോമെട്രിക് സെലക്ട് ചെയ്തു, ആ സമയത്ത് കണ്ടില്ലേ ഇതൊരു ക്യൂബ് പോലെ ആയി, വ്യൂ ക്യൂബ് പോലെ ആയി. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് ലെഫ്റ്റ് ഫ്രണ്ട്, അതായത് സൗത്ത് SW എന്നുള്ള ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ SW എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിവിടെ മാറ്റി കഴിഞ്ഞാൽ SW മാറ്റി കഴിഞ്ഞാൽ SC ആവും. അപ്പോൾ ഇവിടെ ഇത് മാറ്റാൻ പറ്റും. ഈ ഒരു ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഫിഗർ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാൻ പറ്റും. ഷിഫ്റ്റ് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കാണാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ആ ഒരു വ്യൂയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. SC എന്നുള്ള ഇവിടെ ടോപ്പാണെങ്കിൽ ടോപ്പ്, ബോട്ടാണെങ്കിൽ ബോട്ടം, ഏതാണ് ഫ്രണ്ടാണ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടിച്ചാൽ അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്യൂബിന് പറഞ്ഞ പേരാണ് വ്യൂ ക്യൂബ്. അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കാണുന്നത്, നമുക്ക് ഇവിടെ പോയി നോക്കാതെ തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് കാണുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ടോപ്പ്, ബോട്ടം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിലാണോ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്താൽ അതിനനുസരിച്ച് വരും.